إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, തഖ്വയോടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ദയാനിധിയായ നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബവും മക്കളോടും ഒന്നിച്ച് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഓർക്കുക എന്നതും അവന് കീഴ്പ്പെടുക എന്നതും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സുന്നത്ത് അനുധാവനം ചെയ്യുക എന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിവസവുമായോ ഒരു മാസവുമായോ ബന്ധമുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ബന്ധപ്പെടുന്നത് ഇസ്ലാമികവുമല്ല. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ ഒരു പ്രത്യേകതയും ഇല്ല. വിശുദ്ധ ഖുർആനിൽ 4 മാസങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്, പവിത്രമായ മാസങ്ങൾ എന്നുള്ളത്. ആ മാസങ്ങളിൽ
റബീഉൽ അവ്വലില്ല. വേറൊരു മാസത്തെ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയതെന്നും അതിലെ ഒരു രാത്രിക്ക് 1000 മാസത്തെക്കാളും പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ മാസമല്ല. ഞാൻ പറഞ്ഞത് മതപരമായ പ്രാധാന്യമോ അത്രമാത്രം ഒരു പ്രമാണങ്ങളിൽ അതിനൊരു ശ്രേഷ്ഠത കാണൂല. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ആ മാസത്തിലാണ്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്, വഫാത്തായത് ആ മാസത്തിലാണ്. ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മക്ക വിട്ട് മദീനത്തേക്ക് ഹിജ്റ പോയതും ഈ മാസത്തിലാണ്. ഈ 3 സംഭവങ്ങളിൽ ഏതാണ് പ്രധാനമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം തലമുതിർന്ന സഹാബികളുമായി ചർച്ച ചെയ്തപ്പോൾ ആ മാസത്തിലെ പ്രധാന സംഭവമായി അവർ ഓർത്തെടുക്കുന്നത് ഹിജ്റയാണ്. നേരത്തെ നിലവിലുള്ള മാസങ്ങളെ ഹിജ്റയുമായി അടിസ്ഥാനപ്പെടുത്തി അവരതിനെ പുനർക്രമീകരിക്കുകയാണ്. ഈ ചർച്ച നടക്കുന്നതും റബീഉൽ അവ്വലിലാണ്. എന്നിട്ടും അവര് മുഹറമിനെ 1ാമത്തെ മാസമാക്കിക്കൊണ്ട് തന്നെ ഹിജ്റ അവലംബിച്ച് ഒരു പ്രത്യേക കാലഗണനയുടെ രീതി ആവിഷ്കരിക്കുകയാണ്. അതാണ് ഹിജ്റ വർഷം. ഞാൻ സൂചിപ്പിച്ചത് റബീഉൽ അവ്വലിന് മതപരമായ പ്രാധാന്യമല്ല, ചരിത്രപരമായ പ്രത്യേകതയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളെയും മുമ്പിൽ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയമുണ്ടാവേണ്ടത്, സ്നേഹമുണ്ടാവേണ്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒരു മഹബ്ബത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ വചനം. അതിൽ പറയുന്നത് വിശ്വാസികൾ അവർ അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം, ശക്തമായ സ്നേഹം അല്ലാഹുവിനോടുള്ളവരാണ്. സൃഷ്ടികളിൽ പ്രഥമ സ്ഥാനത്ത് സ്നേഹത്തിന്റെ കാര്യത്തിൽ, ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ആരാണ് വരേണ്ടത്? സംശയം ഉണ്ടാവാൻ പാടില്ല. അത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് വെറും ഒരു സ്നേഹമല്ല, ഇതിനൊരു പ്രായോഗിക തലമുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണം. വെറും ഒരു സ്നേഹമല്ല, ഒരുപാട് ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന വാക്കുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഖുർആനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ എന്താ അറിയോ? ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് യഹ്ദീ, ഹിദായത്ത്, വഴി കാണിക്കുന്നതാണ്. അവർക്ക് ഉപയോഗിച്ചത് യഹ്ദീന. ഇതേ ഖുർആൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറയണത്? ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്. സൂറത്ത് ശൂറയിലെ 52-ാമത്തെ വചനം. ആ വചനത്തിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് അതിന്റെ അവസാനിക്കുന്ന ഒരു ഭാഗം തരുമോ? നബിയെ, നിങ്ങൾക്ക് എന്താണ് കിതാബെന്നോ എന്താണ് ഈമാൻ എന്നോ അറിയില്ലായിരുന്നല്ലോ. മാ കുൻത തദ്രി മൽ കിതാബ് വൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. നമ്മളുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഇതുകൊണ്ട് നമ്മൾ നൂറ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? വൈന്നക, വല്ലോ ശ്രദ്ധിച്ചു നോക്കിയേ, വൈന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ മുസ്തഖീമായ ഒരു സിറാത്തിലേക്ക് നിശ്ചയമായും തഹ്ദി, വഴി കാണിക്കുന്നവനാണ്. ഉറപ്പിച്ചാണ് പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, സംശയം വേണ്ട. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് കാണിച്ചു തരാൻ വളരെ പ്രധാനിയാണ്. എന്തിനാണ് ഇന്നക ലതഹ്ദി എന്ന് പറഞ്ഞറിയാം? ആയത്തിന് വിശദീകരണം കൊടുക്കുന്നിടത്ത് കാണാം, ഒരു പക്ഷേ സംശയം വന്നേക്കാം. സുന്നത്ത് വേണോ? ഖുർആൻ മാത്രം പോരെ? ഖുർആനിനെ ബയാൻ ചെയ്യാൻ വേറെ ഒന്നും വേണ്ടല്ലോ. സംശയം ഇതാണല്ലോ പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ ചില ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു ഉറപ്പിച്ചു പറയുകയാണ്, ഇന്നക വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. അതേപോലെ തന്നെ സൂറത്തുൽ നൂറിലെ 54-ാമത്തെ വചനം, ആ ആയത്തുകൾ നിങ്ങൾ ഓർത്തു വെക്കണം, ഒന്നുകൂടി വായിക്കണം. ആ ആയത്തിൽ പറയണമെന്നറിയാം, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ അതിന്റെ ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. എന്നിട്ട് എന്താ പറയണേ? നിങ്ങൾ ആ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലായിരിക്കട്ടോ. ഖുർആനിന്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് പ്രവാചകൻ സ്വീകാര്യനല്ലേ? നിങ്ങൾ ആരെന്നറിയോ? അള്ളാന്റെ റസൂലിനെ നിങ്ങൾ ശരിയായി ആ റസൂലിന്റെ ചര്യയെ അനുധാവനം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? ഈ ആയത്തുകൾ മറക്കാതെ മനസ്സിൽ വെക്കണം. എന്താണെന്നറിയത്? സൂറത്തുൽ നിസായിലെ 151-151 ആയത്താണ്. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലിഹി യുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദ് വനക്ഫുറു ബിബഅദ് വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീലാ. അല്ലാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന ആളുകൾ, റസൂലിനും അല്ലാഹുവിനും ഇടയിൽ ഫർഖ്, ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ പറയുകയാണ് നുഅ്മിനു ബിബഅദ് വനക്ഫുറു ബിബഅദ്. നിങ്ങൾ ആവശ്യമുള്ളത് കൊടുക്കും, ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ഞങ്ങളോട് ഒഴിവാക്കും എന്ന് പറയുന്ന ആളുകൾ വിശദീകരിക്കുകയാണെങ്കിൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. അവരാണ് ഒറിജിനൽ കാഫിറുകൾ. കാഫിറിൽ വീര്യം കൂടിയ ആൾക്കാരും വീര്യം കുറഞ്ഞ ആൾക്കാരും ഉണ്ടാവും. ഒരു ഭാഗത്ത് ഈമാനെ വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് അൻഫാലിൽ പറയുന്നുണ്ട്, അവരാണ് ഒറിജിനൽ മുഅ്മിനുകൾ. ഇവിടെ പറഞ്ഞതറിയാം, ഈ ധാരണയുള്ളവർ, ഈ പ്രവർത്തനങ്ങളുള്ളവർ ഈ പറഞ്ഞ ഗൗരവത്തിൽ നോക്കി നമ്മളതിന് ഗൗരവത്തിൽ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഭിന്നത വന്നാൽ ഓരോ വാക്കും അക്കട്ട് മുറിച്ച പറയണത്. അത്രയും പ്രധാനമായത്തിന് നിങ്ങൾക്കിടയിൽ എന്നാണ് ഉപയോഗിച്ചത്. അറബി ഭാഷയിൽ ഷെയ്ഉൻ എന്ന് ഉപയോഗിച്ചാലും അതിലേക്ക് അലിഫ് ലാമിട്ട് ഉപയോഗിച്ച രണ്ടർത്ഥാണ്. അശ്ശൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഫീ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും അവിടെ നമുക്കൊരു പ്രയാസ തർക്കം വന്നാൽ നമ്മൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കാണ്, ഹബീബായ റസൂലിന്റെ സുന്നത്തിലേക്കാണ്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ കലാമിനെ പുൽകി നബിയെ തള്ളിയാൽ ശരിയായ ഇസ്ലാമിനെ പുൽകാൻ നമുക്ക് സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ് അവിടുത്തെ സന്ദേശവും. ഞാൻ മൗലികമായി ചില ദീനി തത്വങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്, അടിത്തറയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടെന്നറിയാം, നമ്മുടെ ഒരു പരിപാടി നടക്കുക, ഒരു പ്രഭാഷണ പരിപാടി നടക്കുക. സാന്ദർഭികമായിട്ട് നമ്മളല്ലാത്ത ആളുകളൊക്കെ പരിപാടിയിലേക്ക് വിളിക്കുമല്ലോ. ഒരു അമുസ്ലിം സഹോദരൻ ആ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ കേൾക്കുന്നെന്തറിയാമോ? എന്റെ വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പറയാ, എന്റെ വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നമ്മളോടാ പറയുന്നത്, ഉമ്മത്ത് മുസ്ലിമയോട് പറയാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ നബിയുടെ സമുദായമല്ലേ, ഉമ്മത്ത് മുസ്ലിമയല്ലേ? ഈ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക ആദർശത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹം എണ്ണി പറയുന്നത്, ഞാൻ ആ വാക്കുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഇന്ന സ്ഥലം ഇന്നൊരു വൃത്തികേട് കണ്ടാൽ അവിടെ നമ്മുടെയൊക്കെ പേരില്ലേ, ഇങ്ങനെ ഓരോന്ന് എണ്ണിച്ചു വെക്കുക. നമ്മളൊക്കെ പാടെ ചോദിക്കണ്ടല്ലോ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ ചിന്തിക്കണ്ടേ, നമ്മൾ ഇങ്ങനെ പറയാൽ മതിയോ? അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യം ഹൃദയത്തിലേക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഇസ്ലാമിക നീതി. ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നില്ലേ? എണീറ്റ് നിന്നിട്ട് നബിന്റെ കണ്ണ് നിറഞ്ഞു പോയല്ലോ. അതെന്താ മുത്തുനബി പറഞ്ഞെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മനുഷ്യനെങ്ങാനും നാളെ നമുക്കെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷ്യം വഹിച്ചാലോ? പ്രിയപ്പെട്ടവരെ, ശരിക്കും ശാന്തമായി ഞാൻ പറഞ്ഞതൊരു ഒരു നസീഹത്തോടുകൂടെ, ഒരു പൊടിപ്പും തൊങ്ങലിലല്ല പറയുന്നത്. ഒരു ശാന്തമായി ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ സന്ദർഭം ചേർത്തിയിട്ടാണ് ഹബീബായ റസൂൽ കരഞ്ഞുപോയി. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا فكيف ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി ഷഹീദായി നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്ന സമയം ഇങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ്. സഹോദരങ്ങളെ, നബിയോടുള്ള നമ്മുടെ നിലപാടപ്പോൾ കൃത്യതപ്പെടുത്താൻ അതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമയോട് നീതി പുലർത്തുക എന്നതാണ് ഒന്നാമത്തെ വഴി. ഇസ്ലാമിലുള്ള നമ്മുടെ പ്രവേശനം സാധ്യമാക്കുന്ന ഒന്നാമത്തെ വാക്കാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിന് രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ കുറെയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ പഠിച്ചു പോകുന്നതാണ്. ആ രണ്ടാമത്തെ പാർട്ടില് ദീനിന്റെ എല്ലാ ഭാഗവും ഒന്നെന്തറിയാം, 3 വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനതിന് ബയാൻ ചെയ്യില്ല, പറഞ്ഞുതരാം. ഒന്ന് റിസാലത്ത്, ഒന്ന് മുഹമ്മദിയ്യത്ത്, മറ്റൊന്ന് ഷഹാദത്ത്. എന്താണ് റിസാലത്ത്? അത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം. അള്ളാഹ് പറഞ്ഞിട്ട് നമ്മളിത് പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോ, സ്വർഗത്തുനിന്ന് പറഞ്ഞയക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്റെ ഹുദങ്ങൾക്ക് വരും, അന്ന് നിങ്ങൾ പിന്തുടർന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് ഭയമുക്തമായ പേടിയില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് 2 ലോകത്തുണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് റിസാലത്തിൽ വിശദീകരിക്കുന്ന ഭാഗമാണ്, പറയുന്നില്ല. പിന്നെ ഈ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതിന് നമ്മൾ സാക്ഷികളാവും. ഈ 3 ശരിക്കും നമ്മൾ വിശാലായി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോ നമ്മൾ ചില വഴികളിലൂടെ കടന്നു പോകും. നിങ്ങളിങ്ങനെ എഴുതി വെക്കണം മനസ്സിൽ. ഏതൊക്കെയാണ് വഴി എന്നറിയോ? അറിയാത്തതല്ല. ഒന്ന് മഅരിഫത്തിന്റെ വഴി, ഒന്ന് മഹബ്ബത്തിന്റെ വഴി, ഒന്ന് ഇത്തിബാഇന്റെ വഴി, ഒന്ന് ദഅവത്തിന്റെ വഴി. എന്താണ് ഒന്നാമത്തത്? നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഒന്ന് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ശരിക്കും അറിയണം. ആ മഅരിഫത്തിലൂടെയാണ് മഹബ്ബത്തിന്റെ വഴികളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മഹാനായ ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, റസൂലുള്ളാഹിനെ കണ്ടവരെല്ലാം സ്വർഗത്തിലാണ്. എന്താണ് വാക്ക്? റസൂലുള്ളാഹിനെ കണ്ടവരെല്ലാം സ്വർഗത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു ഉസ്താദിനോട്, സഹാബത്തല്ല തന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ, അപ്പോ റസൂലുള്ളാഹിനെ കണ്ടവരല്ലേ അബൂജഹലും അബൂലഹബും ഉത്ബയും ശൈബയൊക്കെ, അവരൊക്കെ സ്വർഗത്തിൽ കൊണ്ടേന്ന് ചോദിച്ചു. അപ്പോ ഇമാം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കെന്തറിയോ? അവരാരും മുഹമ്മദും റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല,
അവര് കണ്ടിട്ടുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുള്ളയെയാണ്. മുഹമ്മദ് ബിൻ അബ്ദുള്ളയെയാണ് അവർ കണ്ടിട്ടുള്ളത്. മുഹമ്മദുൻ റസൂലുള്ളാഹ് കണ്ടിട്ടില്ല. റസൂൽ അള്ളാന്റെ റസൂലായ ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഈ റസൂലിനെ അറിയൂ? നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ പാട്ടും ബെയ്ത്തും കാട്ടിക്കൂട്ടലുകളല്ലല്ലോ ഇസ്ലാമികമായ ജീവിതം. ഇസ്ലാമികമായ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞാലല്ലേ സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. എന്താ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാല്? എങ്ങനെ സാക്ഷ്യം നിൽക്കുക? നമ്മൾ സാക്ഷി നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കണ്ടതിന്, നമ്മൾ അറിഞ്ഞതിന്, അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടതിന്, അതിനല്ലേ സാക്ഷി പറയാൻ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സാക്ഷി പറയാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആദ്യം പറയാം? ഈ 3 എണ്ണം വേണ്ടേ? നമുക്കറിയാവുന്ന കാര്യത്തിനല്ലേ സാക്ഷി പറ്റുള്ളൂ. സാക്ഷ്യം വഹിക്കാതെ മുസ്ലിമാവോ? എന്താ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, വൈകാരികമായി ഹബീബായ റസൂലിനെ നമ്മൾ അറിയണം. ഞാൻ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കും മനസ്സിലാവും. നമ്മുടെ മക്കളെ അറിയുന്നത് പോലെ, നമ്മുടെ പെണ്ണിനെ, നമ്മുടെ ഇണകളെ നമ്മൾക്ക് അറിയാവുന്നത് പോലെ, നമ്മുടെ മാതാപിതാക്കൾ അറിയുന്നത് പോലെ, നമ്മളൊക്കെ ഓരോ തൊഴിലെടുക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ തൊഴിലിന്റെ മേഖല നമുക്ക് എന്താ സംശയമുള്ളത്? ഉണ്ടെങ്കിൽ നമ്മളെ ഉടനെ തന്നെ നിർത്തിക്കൂലേ? നമ്മുടെ ബിസിനസ്, നമ്മുടെ തൊഴിൽ മാർഗം അറിയുന്നത് പോലെ, നാം പഠിച്ച ബിരുദാനന്തരങ്ങൾ അറിയുന്നത് പോലെ ഹബീബായ റസൂലിനെ അറിയണം. ഇതറിയാതെ അള്ളാന്റെ റസൂൽ വലിയ ആളാണ്, നേതാവാണ്, മഹാനാണ് എന്ന് പറയലല്ലോ. സ്വാഭാവികമായ ചേർത്ത് നിർത്തൽ വേണം. കൃത്രിമമായ ചേർത്ത് നിർത്തലല്ല, കൃത്രിമമായ ഒരു ആഘോഷമല്ല. ബിദ്അത്തുകളെ നമ്മൾ പേടിക്കണം. എന്താ ബിദ്അത്തിനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ അറിയോ? ഇന്നിപ്പോ ബിദ്അത്ത് ഏതാ, സുന്നത്ത് ഏതാ? നിങ്ങൾ എവിടെയും അത്ര വലിയ പണ്ടത്തെ ആൾക്കാരുമായി ഞാൻ പഠിക്കാൻ പോയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇത് ബിദ്അത്താണോ ഇല്ല സുന്നത്തിൽപ്പെട്ടതാണോ ശരിക്കും അടിച്ചു നോക്കിയാ പോരെ. ഞാൻ പഠിച്ചില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞു കഴിയില്ല. പണ്ട് നമ്മളെ വലിയപ്പായിരുന്നെങ്കിൽ അന്ന് ഞാൻ പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകയായിരുന്നു. നമ്മൾ അങ്ങനെ രക്ഷപ്പെടുന്ന ലോകത്തല്ല. ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് പോവുക മാത്രമല്ല, പിന്നീട് ആ ബിദ്അത്തുകൾ സുന്നത്തായി മാറും. ആളുകളുടെ ധാരണ എന്തറിയോ? ബിദ്അത്തുകൾ ദീനായി അവർ കാണും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിലും പറയാൻ അറിയോ? ഫൈന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയു മുഹമ്മദിൻ. ഏറ്റവും നല്ല ഹദി ആര് കൊണ്ടുവന്നതാണ്? ഹബീബായ റസൂലിന്റെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വശറൽ ഉമൂരി മുഹദസാതുഹാ. കാര്യങ്ങളിൽ ഏറ്റവും ശർറ് ഏതാണ്? പുതുതായി ഉണ്ടാക്കുന്നതാണ്. പുതുതായി ഉണ്ടാക്കിയതൊക്കെയാണ് ബിദ്അത്താണ്. ബിദ്അത്ത് മുഴുവൻ ദലാലത്താണ്. നമ്മൾ നോക്കിയേ, നബി പറയുന്നില്ല ഞാൻ ആ വിഷയങ്ങൾ. നബി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പഠിക്കുമ്പോ പച്ചയായ ഒരു മനുഷ്യനെ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ടാവില്ല. കാരണം ഹബീബായ റസൂലിന്റെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വെളിച്ചം തരാത്ത ഒരു മേഖലയില്ല. ഞാനിങ്ങനെ ആലോചിക്കൽ, നമ്മുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൂടെ ഓർത്തെടുക്കുന്നുണ്ടോ? ആ പേര് കേൾക്കുമ്പോ അട്ടഹസം ഒച്ചുണ്ടാക്കി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്തി വെക്കണ്ടേ? ഈ ലോകത്ത് മറ്റൊരാളുടെ പേര് കേൾക്കുമ്പോഴും അങ്ങനെ നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര ഹൃദയബന്ധിതമല്ലേ ആ വാക്ക്. ഇത്ര പൂർണ്ണത പ്രാപിച്ച, മാനവികമായ പൂർണ്ണത നിറഞ്ഞ ഒരു മനുഷ്യന് വേറെ ലോകത്ത് കാണോ? ഇല്ലല്ലോ. നിങ്ങൾ നോക്കിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവൻ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്? നിറഞ്ഞ ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ, ജീവിതത്തിലെ പരുക്കൻ പ്രതലങ്ങളിലൂടെ ഹബീബായ റസൂലിനെ അള്ളങ്ങനെ വളർത്തുകയാണ്. എന്നിട്ട് ഉലമാ അതിനെ കുറിച്ച് എന്താ പറഞ്ഞറിയാം? അള്ളാഹുവിന്റെ റസൂല് മനുഷ്യരെ അറിയുകയായിരുന്നു.
മനുഷ്യരെ അറിയുക, അവന്റെ സങ്കടങ്ങളെ, അവന്റെ ദുഃഖങ്ങളെ, അവന്റെ അവസ്ഥകളെ അറിയുക എന്നതാണ്. മനുഷ്യനെ അറിയാന്ന് പറഞ്ഞാൽ അവന്റെ വേദനകൾ, അവന്റെ അവസ്ഥകളെ അറിയലാണ്. മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും അതെല്ലാം കടന്നുപോയിട്ട് അതെല്ലാം ജീവിതത്തിന്റെ തെളിച്ചമായി, കാരുണ്യമായി, സ്നേഹത്തിന്റെ ഒരു വ്യക്തിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ്. ആരോട് വരെ അറിയോ? മൃഗങ്ങളോട് വരെ. ഞാൻ ഇതിന്റെ കഥകൾ പറയാൻ പറ്റുന്ന നേരില്ല. മൃഗങ്ങളോട് വരെ നോക്കി ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ സഹോദരന്റെ വീട്ടിൽ ഇങ്ങനെ പോവുക. അയാളുടെ പറമ്പിൽ കെട്ടിയ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകം ജർജര ഹദീസിൽ പറയാണ്, നബിനെങ്ങനെ കണ്ടപ്പോ വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥത ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആ പൂഞ്ഞയിൽ ഇങ്ങനെ തലോടി കൊടുത്തപ്പോൾ അത് ശാന്തമായി. ഉടനെ ഈ ഇതിന്റെ മുതലാളിയായ അൻസാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അഫലാ തത്തഖില്ലാ ഫീ ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്താ നീ അള്ളാനെ സൂക്ഷിക്കാത്തെന്നാണ്. എന്നുവെച്ചാൽ എല്ലാതിനോടും നമ്മൾ ഈ മനുഷ്യന്മാരെടുത്തിട്ടുള്ള സ്നേഹം നമുക്ക് പിന്നീട് പറയാം. അവിടെ വരെ റസൂലുള്ള ശ്രദ്ധിച്ചെന്നാണ്. നബിനെ പകർത്തിയതുപോലെ വേറൊരാളെയും അവരുടെ ജീവിതം പകർത്തിയിട്ടില്ല. അവിടുത്തെ ഉറക്കവും ഉണർച്ചയും ചലനവും നിശ്ചലതയും സംസാരവും സഞ്ചാരവും അടക്കവും അനക്കവും എല്ലാം രേഖപ്പെടുത്തിയിട്ട് മാനവികതയുടെ പൂർണ്ണതയോടെ ആ റസൂൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ഈ സ്നേഹത്തെ. അള്ളാന്റെ റസൂൽ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു അവസ്ഥ എന്താന്ന് കണ്ടാൽ ചില സമയങ്ങൾ ഇങ്ങനെ വരുമ്പോ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ കാണിക്കുന്ന ഒരു വേഷം കെട്ടുന്ന അല്ല സഹോദരങ്ങളെ. അള്ളാന്റെ റസൂലിനെ നമുക്ക് ഇഷ്ടമാണോ എന്നുള്ളത് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ മനസ്സിലാവും. കടക്കപ്പായി നിങ്ങളുടെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ നാമൻ ചൊല്ലിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാ എന്നാണ് ചൊല്ലുന്നതെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞൂടെ? ആ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മല്ലേ സ്വലാ. ആ സ്വലയിൽ എന്റെ സ്ഥാനം എവിടെയാണ് ഒന്ന് ആലോചിച്ചൂടെ? ഞാൻ സാധാരണ പറയുന്നത്, ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് വരെ മുടക്കിയ ആളുകളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥാനം എവിടെ ഉണ്ടാവുക? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ബെഡിൽ വന്ന് കിടക്കുമ്പോ ഹബീബായ റസൂലിന്റെ കൂടെയാണോ അതോ അബൂജഹലിന്റെ കൂടെയാണോ? നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ കൽബിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ വാക്കും വേറെ ആരുടെ വാക്കും നമുക്ക് തള്ളാം. ഹബീബായ റസൂലിന്റെ വാക്ക് എന്നറിഞ്ഞാൽ, അവിടുത്തെ ചര്യ എന്നറിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടാൽ തള്ളാൻ പാടില്ല കൂട്ടരെ. അതാണ് ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യമുണ്ടല്ലോ. ഒന്നേതാണ്? അല്ലാഹു റസൂലിനെ നന്നായി അറിയണം. ആ അറിവിലൂടെ സ്നേഹം വർദ്ധിക്കണം. ആ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ അവിടുത്തെ ചര്യയെ അതുപോലെ അറിഞ്ഞ് പിന്തുടരണം. എന്നിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സ്വർഗത്തിന്റെ വഴിയുണ്ട്, ഒരു സിറാത്തുൽ മുസ്തഖീമുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ. ആ സ്ഥാനത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കുക. ഞാൻ ആ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് കുറച്ചുകൂടി നോക്കണം. എന്നറിയോ? നമ്മൾ ഇങ്ങനെയൊക്കെ മതിയോ? ആരെ നമ്മൾ പറഞ്ഞ വാക്കല്ല, ഒരു അമുസ്ലിം സഹോദരൻ നമ്മളെ നോക്കി പറഞ്ഞൊരു വാക്കാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ മതിയോ? എന്താ അങ്ങനെ പറയുന്നത്? ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് ആ തെളിച്ചം നമ്മൾ കൊടുക്കാതെയാണ് പോകുന്നതെങ്കിൽ നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ ഹതഭാഗ്യരെന്ന് തിരിച്ചറിയുക. കുറച്ചുകൂടി റസൂലിനെ അറിയണം. ഷഹാദത്തിന്റെ താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. ആ വഴിയിലൂടെ പോവുക. ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം. ആ സുന്നത്തിനെ അനുധാവനം ചെയ്യലാണ് ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. വരും ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് ആ സുന്നത്തിനെ എങ്ങനെ പിന്തുടരാം എന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു ഷഹാദത്തിന്റെ താല്പര്യം സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ജനതക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്ന് പറയുന്നത്. വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം. ഈ വിശപ്പിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നതാണ് സാമ്പത്തിക ഭദ്രത. ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നതാണ് സുരക്ഷയും സ്വാതന്ത്ര്യവും നിർഭയത്വം എന്ന് പറയുന്നത്. നമ്മുടെ നാടിനെ, വിശാലമായ നമ്മുടെ രാജ്യത്തിന് അതിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വയസ്സ് കഴിഞ്ഞു. 80ന്റെ നിറവിലാണ് സ്വതന്ത്ര ഇന്ത്യ നിലനിൽക്കുന്നത്. നമ്മൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കണം. കുറെ പറയാൻ സമയമല്ലെങ്കിൽ ചില സൂചനകൾ നമുക്ക് തരാം. നമ്മുടെ ഹക്കുകൾ എന്താണ് എന്ന് നിലക്ക് ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ സുഖമറിയാത്ത എത്രയോ മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട ആളുകൾ. ചില ആളുകൾക്ക് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലും തങ്ങൾ സ്വീകരിച്ച ആദർശമനുസരിച്ച് ജീവിക്കാൻ സൗഭാഗ്യമില്ലാത്ത ഇത്രയും ആളുകളില്ല. അവിടെയാണ് 1947 നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അല്ലാഹ് തന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ലോകത്തെ പ്രമുഖ മതങ്ങളെല്ലാം 121ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മക്ക എന്ന സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടും മദീന എന്ന സ്വാതന്ത്ര്യമുള്ള ഒരു നാടും അല്ലേ. എന്നിട്ട് മദീനയിലേക്ക് ചെന്ന ഉടനെ ഖുർആൻ അവരോട് എന്താ പറഞ്ഞെന്നറിയാം? الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر والله عاقبة الأمور. പ്രിയപ്പെട്ടവരെ, വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അധികാരം, സ്വാധീനം, സുരക്ഷിതത്വം, സ്വാതന്ത്ര്യം, പല അർത്ഥങ്ങളുണ്ട്. ഈ തംകീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. മതജീവിതം, പ്രബോധനം, സുരക്ഷ, സൗകര്യം, പിന്തുണ, എല്ലാം സൗകര്യങ്ങൾ കിട്ടിയൊരു നാട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ, സൗകര്യം കിട്ടിയാൽ കൊട്ടാരം കിട്ടും. ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നല്ലോ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ സൗകര്യം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നാട്ടിൽ പള്ളിയുടെ ധർമ്മങ്ങൾ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരോടുള്ള ബാധ്യതകൾ നമ്മൾ കൃത്യമായി പാലിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നുണ്ടല്ലോ. ഹലാലായ വിധത്തിൽ അത് വരുത്തണം. അഗതികളെ, പാവപ്പെട്ടവരെ സഹായിക്കാൻ അത് ഉപയോഗപ്പെടുത്തണം. പിന്നെ അംറും ബിൽ മഅറൂഫാണ് അടുത്തത് വന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ സ്വഭാവം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യം മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇതിന്റെ വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധകൾ കടന്നു പോകണം. നമ്മുടെ തൊഴിലിൽ നമ്മൾ സത്യസന്ധത കാണിക്കണം. നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മൾ മായം ചേർക്കാതിരിക്കണം. അയൽവാസികൾ ഏത് മതക്കാരായാലും സന്തോഷത്തിലും സങ്കടങ്ങളിലും നമ്മൾ അവരുമായി പങ്കുചേരണം. ദുരന്തങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ മതം നോക്കാതെ, വിഭാഗങ്ങൾ നോക്കാതെ സേവനത്തിനിറങ്ങണം. വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുന്നേറണം. എന്താണ് ആ പറഞ്ഞെടുത്തോ? മുൻകറിനെ വെറുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തിരുത്തണം.
നമ്മുടെ വീട് വൃത്തിയാക്കാതെ മറ്റൊരുത്തന്റെ മുറ്റം നോക്കിയിട്ട് ആക്ഷേപം പറയാൻ നമുക്ക് കഴിയോ? ഇല്ലല്ലോ. മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ സഹോദരങ്ങളെ ഒന്നുകൂടി അനങ്ങി കേൾക്കണേ. പ്രകോപനങ്ങളിൽ വീഴാതിരിക്കണം. വിവേകം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം. ഏതിലും നിയമപരവും ജനാധിപത്യപരവുമായ മാർഗങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. നിയമാനുസരണം നമ്മൾ ജീവിക്കുക. മതസ്വാതന്ത്ര്യം അൽഹംദുലില്ലാ നമുക്കുണ്ട്. നമുക്ക് മാത്രമല്ല മതസ്വാതന്ത്ര്യമുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയണം. അല്ലെ? നമുക്കുള്ളതുപോലെ മറ്റൊരുക്കുണ്ട്, നമ്മൾ അറിയണം. മതചിഹ്നങ്ങളെ മാനിക്കണം. സൗഹൃദങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. സാമൂഹികമായ സേവനത്തിലൂടെ പ്രശസ്തരായവരാണ് നമ്മുടെ മുൻഗാമികളെ നമ്മൾ പഠിക്കണം. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്ത ഒട്ടനവധി മഹാന്മാരുണ്ടല്ല, പേര് പറയാൻ നമുക്ക് സമയമല്ലല്ലോ. അതുകൊണ്ട് ആ മഹാരഥന്മാരെ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എത്ര പേര് പറഞ്ഞില്ല. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച നമ്മുടെ മുൻഗാമികളുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ അവർ പങ്കുകൊണ്ടതിന്റെ പേരിൽ വധിക്കപ്പെട്ട ആളുകളുണ്ട്, നാട് കടത്തപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് അവരെ പഠിക്കണം. തലമുറകൾക്ക് നമ്മൾ അവരെ പഠിപ്പിക്കണം. രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിന്റെ ഭാഗം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില സന്ദർഭങ്ങളിലൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് എതിരാണ് എന്ന് തോന്നാം. നിരാശപ്പെടേണ്ടതില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഫറവോനെ മുക്കിക്കൊന്ന പടച്ചവനെ അതുപോലുള്ള ഫറവോന്മാരെ ഇല്ലാതാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഉണ്ടാവൂലല്ലോ. അള്ളാഹുവിനെ മറന്നാൽ, റസൂലിനെ മറന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ പടച്ചവൻ നിഗ്രഹമാക്കി മാറ്റുമെന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, സമാധാനത്തോടെ ശാന്തിയോടെ അതിലുപരി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ദീനനുസരിച്ച് ജീവിച്ച് അതിന്റെ പ്രബോധന വഴിയിൽ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും താഖത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ചെയ്യുന്ന മനസ്സ് കൊടുത്ത് എല്ലാവരോടും സന്തോഷത്തോടുകൂടി പെരുമാറാനുള്ള മനസ്സും സാഹചര്യങ്ങളും കൊടുത്ത് നീ തുണക്കണമേ റഹ്മാനെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. ഞങ്ങളെ നീ എല്ലാവിധത്തിലുള്ള മുസീബത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ച് നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യണമേ റഹ്മാനെ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ഇഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.